പ്രേം നസീറിനേക്കാൾ നാച്ചുറലായിട്ട് ഫഹദ് അഭിനയിക്കുന്നു എന്ന് പറയുന്നത് ടെക്നിക്ക് മാറുന്നതുകൊണ്ടാണ്. കാരണം അന്ന് സ്റ്റേജിങ് പോലെയല്ലേ ക്യാമറ നിൽക്കണത്, ഇങ്ങനെ വന്ന് അങ്ങനെ നിൽക്കും, ഒരു സൈഡിലേക്ക് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. പിന്നീട് അത് രണ്ട് സൈഡും കാണിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായിട്ടുള്ള ആക്ടേഴ്സ് നമുക്ക് തോന്നി. നമ്മുടെ സോമനും സുകുമാരനൊക്കെ വന്നു. പിന്നീട് അത് കയ്യിലെടുത്ത് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോൾ ലാലേട്ടനും മമ്മൂക്കൊക്കെ വന്നു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നാച്ചുറലായിട്ട് ആക്ടേഴ്സാണെന്ന് തോന്നി. ഇപ്പോൾ അത് എങ്ങനെ കുറച്ച് ലെങ്തി ആയപ്പോൾ കുറച്ചും കൂടി നാച്ചുറലായി. അല്ല, ലെങ്തി ആയിട്ട് ഇപ്പോൾ നമ്മളെ തന്നെ കുറച്ച് നേരം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ആക്ടേഴ്സ് ആവും. അപ്പോൾ ഈ ടെക്നിക്കിൽ വരുന്ന ഈ വ്യത്യാസങ്ങളാണ് ആക്ടേഴ്സിൻ്റെ ആക്ടിങ്ങിൽ നാച്ചുറാലിറ്റി കൂടുന്നത്. പക്ഷെ അന്ന് നമ്മൾ നാച്ചുറലായിട്ട് അഭിനയിക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യൻ എന്ന് പറഞ്ഞൊരു ആക്ടറില്ലേ, അതുകൊണ്ടാണ് പുള്ളിനെ സ്റ്റാർന്ന് ആക്ടറൊന്നും വിളിക്കില്ല, മാസ്റ്റർ എന്നേ വിളിക്കുള്ളൂ. പുള്ളി അന്നും അത്യാവശ്യം നാച്ചുറലായിട്ടാണ് നാടകത്തിൽ നമുക്ക് തോന്നുമെങ്കിൽ കൂടി അയാളുടെ ആക്ഷൻസും റിയാക്ഷൻസും ഡയലോഗ് ഡെലിവറി കുറച്ച് വളരെ നാച്ചുറൽ അന്നത്തെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് തോന്നും. ബാക്കി എല്ലാവരും കൂട്ടിലിട്ട് ചങ്ങലിട്ടിട്ട് ഇങ്ങനെ പറയണ പോലത്തെ പരിപാടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രേം നസീറിനെ കാണിക്കുമ്പോൾ ഇങ്ങനെയല്ലേ പറയണം, അവർ ഈ ഫ്രെയിമൊന്നും മാറിയില്ലല്ലോ. കൂടുതലും ഷൈൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, യു ട്രൈ ടു ബി ഇൻ ദാറ്റ് ക്യാരക്ടർ ത്രൂ ഔട്ട് ദ ഷൂട്ടിംഗ് പീരിയഡ്. ഇസ് ദാറ്റ് വൺ ഓഫ് യുവർ ടെക്നിക്സ്? കോൺഷ്യസ്ലി എടുത്തൊരു വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല അവിടെ, എനിക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ അതുമാത്രമാണ് ചെയ്യുന്നത്. പിന്നെ ആ കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ ആ ക്യാരക്ടറായിട്ട് നിൽക്കാൻ. അപ്പോൾ നമ്മൾ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഷൂട്ട് കഴിയുമ്പോഴും കട്ടിൻ്റെ സമയത്തൊന്നും അങ്ങനെ നമ്മൾ നിൽക്കില്ല. അത് അവർക്ക് തോന്നുന്നതാണ്. പുറത്ത് നോക്കുമ്പോൾ ഞാൻ വേറെ കാര്യങ്ങളും വേറെ സംഭവങ്ങളൊന്നും ഇടപെടില്ല എന്നത്രേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ മാക്സിമം ഞാൻ ഒരു ആക്ടിങ്ങിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ അതിന് മുന്നത്തെ മലയാള സിനിമയിൽ നോക്കുമ്പോഴും ഈ ആക്ടേഴ്സ് എപ്പോഴും സ്ക്രീനിൽ വരുന്നത് ഡയലോഗ് ഡെലിവറി, അത് കഴിഞ്ഞ് അവർ പോവും. ഈ ഡയലോഗ് പറയുക എന്നുള്ളതാണ് മെയിൻ അഭിനയം. അപ്പോൾ ഡയലോഗ് പറയുക, പോവുക. അപ്പോൾ ഞാൻ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും ശ്രദ്ധിച്ചപ്പോൾ ഏതൊരു ആക്ടറിനും വ്യത്യസ്തരാക്കുന്നത് അവരെന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടായിരിക്കും ഡയലോഗ് പറയണത്. മറ്റുള്ള പടങ്ങളിൽ ഡയലോഗ് പറയാൻ മാത്രമായിട്ട് വരിക, ഡയലോഗ് പറഞ്ഞ് പോവുക. എക്സാക്റ്റ് എന്താ കഥ നടക്കാൻ വേണ്ടിയിട്ട് ഡയലോഗ് പറയും പോവുക. അപ്പോൾ അതുകൊണ്ടാണ് മമ്മൂക്കയും മോഹൻലാലും മറ്റു ആക്ടേഴ്സൊക്കെ ഭരതൻ്റെയും പത്മരാജൻ്റെയും പടങ്ങളിലും കെ ജോർജിൻ്റെ പടങ്ങളിലൊക്കെ വ്യത്യസ്തരായി നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. ആ ചെയ്ത്ത് നമുക്ക് കാണാം, അതിൻ്റെ ഇടയിൽ അവർ ഡയലോഗ് പറയാം. അത് പിന്നീട് എനിക്ക് മനസ്സിലായി തുടങ്ങിയത് പുറത്തുള്ള ഇംഗ്ലീഷ് മൂവീസില്ലേ, അതായത് സൂപ്പർമാൻ, ടൈറ്റാനിക് പോലത്തെ പടങ്ങളല്ല, അതല്ലാതെയുള്ള നമ്മുടെ ജോക്കറൊക്കെ പോലത്തെ പടങ്ങൾ. അപ്പോൾ അവരൊരു സീനിൽ ഒരു ആക്ടറിന് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അതിൻ്റെ ഇടയിലാണ് അവർ ഈ ഡയലോഗ് പറയണത്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വെറുതെ നിന്നും ഡയലോഗ് പറയില്ല, എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കും. അത് നമ്മുടെ ചുറ്റുമുള്ള ആംബിയൻസ് നമുക്ക് അവർ ഒരുക്കി തരുന്നത്, ആ കാലഘട്ടം അല്ലെങ്കിൽ ആ സ്ഥലം, അതിൻ്റെ പ്രത്യേകതകൾ കൊണ്ടൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങൾ എന്തെങ്കിലും എടുത്ത് കൈപിടിക്കുക. അങ്ങനെയാണ് കുറുപ്പിൽ ഈ തീപ്പെട്ടിയാണെങ്കിലും ബീഡിയാണെങ്കിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ബാക്കി ആരും ഒന്നും ഉപയോഗിക്കുന്നില്ല. ആ കാലഘട്ടത്തിൽ എപ്പോഴും ആളുകളുടെ കയ്യിൽ ബീഡി ഉണ്ടാവും. ബീഡി വലിക്കുന്നവരാണെങ്കിൽ ഒരെണ്ണം കത്തി തീരുമ്പോഴേക്കും അടുത്തെടുക്കും. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ആ ക്യാരക്ടറിനെ ഡീറ്റെയിലിംഗ് ആയിട്ട് കൊണ്ടുവരുമ്പോഴേക്കും. അപ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു എല്ലാ പടങ്ങളിലും കിട്ടാവുന്ന സാധനം ആംബിയൻസിന് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. വെറുതെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട് പോലെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അതെൻ്റെ വീടാണ്, എനിക്കറിയാം ഇവിടെ ഓരോ പ്രോപ്പർട്ടീസ് എന്താണ്, എന്തിനാണ്, എങ്ങനെയൊക്കെ എന്തൊക്കെ ടേബിളിൽ വരും. അത് അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന പരിപാടികളാണ്. ഒരാളുടെ ബെഡിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരാളുടെ ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും. വെറുതെ വന്ന് നിന്നിട്ട് ഇവിടെ നമ്മൾ ഡയലോഗ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ പ്രോപ്പർട്ടീസ്, നമ്മുടെ ചുറ്റും ഇരിക്കുന്ന പ്രോപ്പർട്ടീസ്, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഇതൊക്കെ ആക്ടറിൻ്റെ ആക്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതെപ്പോഴും ഉണ്ടാവണം. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ടിങ് കണ്ടു നിന്നതുകൊണ്ടും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമല്ലോ. അവരത് ചെയ്യാതിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവർ അത് ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ അങ്ങനെ ഉപയോഗിക്കാമല്ലോ എന്നുള്ള ഐഡിയ ഒക്കെ ഉണ്ടാകുന്നത് ഷൂട്ടിങ് കണ്ടു നിന്ന സമയത്ത്. അതിന് നമ്മൾ ചെറുതായി ആദ്യത്തെ പടത്തിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അപ്പോഴൊക്കെ നമ്മൾ ഡയറക്ടർമാർ പറയുന്നതും
അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറമാൻ പറയുന്നതനുസരിച്ചൊക്കെ പെരുമാറണം. പിന്നീട് നമുക്ക് പറയാനായിട്ടൊരു അവസരം ടൈം വരുമല്ലോ, ആ സമയത്ത് നമ്മൾ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവർ സമ്മതിക്കില്ല അതിന്. അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഷൂട്ടിംഗ് സെറ്റിൽ നമുക്കറിയാം എപ്പോഴാണ് വായ തുറക്കാൻ പാടുള്ളൂ. പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ലൊക്കേഷനിൽ എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ പിറ്റേ ദിവസം കാണില്ല. കാണില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വിളിക്കില്ല. കാരണം അവിടെയുള്ളവരൊക്കെ കുറേ കാലമായി നിന്ന് അവർ സിനിമയുടെ വലിയ ആളുകളാണെന്ന് തോന്നിക്കുന്ന ആളുകളാണേ. പെട്ടെന്ന് ഒരാളെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല സിനിമയിൽ. അതൊരു സിനിമയുടെ ഒരു ഈഗോ പരിപാടികളാണ്. അപ്പോൾ നമ്മളെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ കമൽ സാറിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പറയും, നീ സംസാരിക്കാറായില്ല പറഞ്ഞിട്ട് 4-5 പടം കേട്ടെ സാറിനായിട്ട് സംസാരിക്കാതെ. അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണം, എവിടെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഹൈറാർക്കി പരിപാടികളൊക്കെ നമുക്കറിയാം. അത് പുതിയൊരു ആക്ടർ വരുമ്പോഴും ഉണ്ട്. അതിപ്പോൾ ആരെങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ എന്നാൽ കൂടി അവർക്ക് അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. മാക്സിമം റാഗ് ചെയ്യാൻ പറ്റുന്നിടത്തോളം റാഗ് ചെയ്യും. ഈ സ്വയം ഒരു ബോധ്യം വന്നത് എപ്പോഴാണ്? എനിക്കിപ്പോൾ ഏത് സിനിമ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ്, ഏതൊരു ഫേസൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു അഭിപ്രായം പറഞ്ഞു എൻ്റെ ഇൻപുട്ടിനോട് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് അന്നേരം റസൂലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആക്ടറായിട്ടാണ് വിളിക്കുന്നത്. മറ്റേത് പുതിയ ഒരാളെന്നുള്ള രീതിയിലാണുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറയും. നമ്മളെ മോൾഡ് ചെയ്യാൻ അധികം ശ്രമിക്കില്ല. ചില ഡയറക്ടേഴ്സ് മാത്രമേ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചില ആക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഓക്കെ എന്ന് തോന്നുന്നു, ഈസി ആയിട്ട് തോന്നുന്ന കുറേ സാധനങ്ങൾ അവർ വേണ്ട കട്ട് ചെയ്യും. അപ്പോൾ നമ്മളാകെ ലോക്കായി പോകും. അപ്പോൾ ഇതെന്താ, ഞാനൊരു ആക്ടറല്ലേ, ഇയാളെന്ത് പറയുന്നത്, ഇയാൾ പോലെയാണ് അഭിനയിക്കുക, ഇയാൾ പറഞ്ഞ പോലെ തന്നെയാണ് അഭിനയിക്കേണ്ടത്, അങ്ങനത്തെ ഒരു ഈഗോ നമ്മുടെ ഉള്ളിൽ കയറും. അപ്പോൾ ഞാൻ ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. അപ്പം ഞാൻ പറയാം, എന്താ ഇയാളിപ്പോൾ ചെയ്യണം, പറയണ പോലെ ചെയ്തേക്കാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ശരിയാണ്, ഡയറക്ടർ എന്താണ് പറയുന്നത് നമ്മൾ അനുസരിച്ചാൽ മതി. അങ്ങനെ വിഷനും അങ്ങനത്തെ ഐഡിയ ഇല്ലാത്ത ആൾക്കാരെ ആണെങ്കിൽ ഓക്കെ, അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എല്ലാ പടത്തിലും ഒരേപോലെ ഇരിക്കും. ഈ ഡയറക്ടേഴ്സ് പറയുന്നത് പോലെ ചെയ്യുമ്പോൾ മമ്മൂക്കാർ മോഹൻലാൽ ശ്രദ്ധിച്ചിട്ടില്ലേ, അവർ ഭരതൻ്റെ പടത്തിൽ അഭിനയിക്കും ഭരതൻ്റെ പടവും, ഷാജി കൈലാസിൻ്റെ പടം അഭിനയിക്കും ഷാജി കൈലാസിൻ്റെ പടവും, റാഫി മക്കാട്ടിൻ്റെ പടം അഭിനയിക്കും റാഫി മക്കാട്ടിൻ്റെ പടം. ദിലീപേണ്ണ നോക്കിക്കോ, ആരുടെ പടം അഭിനയിച്ചാൽ ദിലീപേൻ്റെ പടമാണ് അല്ലേ, ജോയ് സാറിൻ്റെ പടമാണെങ്കിലും അല്ലേ, അങ്ങനത്തെ ആക്ടേഴ്സ് ഉണ്ട്. അവർ ആരുടെ പടത്തിൽ അഭിനയിച്ചാൽ അവരുടെ പടമാവുള്ളൂ. പക്ഷേ മമ്മൂക്കാടി മോഹൻലാൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർ അഭിനയിക്കുന്ന പടങ്ങൾ അവരുടെ ഡയറക്ടേഴ്സിൻ്റെ പടം പോലെ ഇരിക്കും. റഹ്മാൻ്റെ കൂടെ ഉണ്ട ചെയ്യണ സമയത്താണ് ഞാൻ മനസ്സിലായത്, ബഹുമാൻ എന്ന് പറഞ്ഞാൽ 27 വയസ്സായി പോയി, മമ്മൂക്കാണെങ്കിൽ 67 വയസ്സുകൾ. ഇയാൾ റഹ്മാൻ പറയാനനുസരിച്ച് ചെയ്യണമെന്ന് ഞാൻ നിശ്ചയിച്ചു പോയി. അതായത് ഒരു കൊച്ച് നിന്ന് അനുസരിക്കുന്നത് പോലെ പുള്ളി പറയും പുള്ളിയുടെ അഭിപ്രായങ്ങൾ, അത് വേണ്ട നമുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിനക്ക് വേണമെങ്കിൽ വേണ്ട അതുകൊണ്ട് അതേപോലെ കണ്ട് ചെയ്യും. ഇത് എന്തുകൊണ്ടാണ് അവർ ഡയറക്ടർ പറയുന്നത് അവരനുസരിക്കും കറക്റ്റായിട്ട്. ആക്ടർ ഷുഡ് ഒബേ എന്ന് പറയും. നല്ല അനുസരണശീലവും ക്ഷമയുള്ള ഒരു കുട്ടിയായിരിക്കണം, എന്നാലാണ് അവൻ്റെ ക്യാരക്ടേഴ്സ് ഡിഫറെൻ്റ് ആയിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവൻ ചെയ്യുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കും. ഇത് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലെ ഞാൻ ഒരു ആക്ടറാണോ ഞാൻ ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ബ്രേക്ക് ചെയ്യാൻ പാടാം. പുതിയൊരു ഡയറക്ടറെ അടുത്ത് വന്നു ആ ഡയറക്ടർ പറയുമ്പോഴേ, അപ്പം മമ്മൂക്കി മോഹൻലാലായിരിക്കും അത് ഏറ്റവും കൂടുതൽ അനുസരണയുള്ള ആൾക്കാർ, ഡയറക്ടറിനനുസരിച്ച് പെർഫോം ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡയറക്ടർക്ക് വേണ്ടത് കൊടുക്കുന്നതും, ഒരു പ്രശ്നം ഉണ്ടാക്കാതെ. പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരിക്കും അവർ, പക്ഷേ അവർ ഡയറക്ടർക്ക് അനുസരിച്ച് എത്ര പ്രായം കുറഞ്ഞ ആളാണെങ്കിലും നമുക്ക് അനുസരിക്കാമല്ലോ. അത് മമ്മൂക്കൊക്കെ അനുസരിക്കേണ്ട കാര്യമില്ല. 27 വയസ്സായി പറയുമ്പോൾ നമുക്ക് നാഷണൽ അവാർഡ് എത്ര വാങ്ങി അങ്ങനെയല്ലേ വിചാരിക്കുക നമ്മൾ. അത് പലപ്പോഴും നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കൊരു സാധനം ചെയ്യാൻ ഈസി ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മളതിനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബ്രേക്ക് ചെയ്യാൻ വരുമ്പോൾ നിന്ന് കൊടുക്കുകയും വേണം, അവർ ബ്രേക്ക് ചെയ്തിട്ട് പോയിക്കോളും. കുറച്ച് ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പടം വരുമ്പോൾ ആക്ടറാണല്ലോ മികച്ചതാവണത്. അപ്പോൾ ഡയറക്ടർ മറക്കുമല്ലോ നമ്മൾ. അങ്ങനെയൊക്കെ മനസ്സിനെ ആശ്വസിപ്പിച്ചിട്ടാണ് നമ്മൾ നിൽക്കുക. കാരണം ഭയങ്കര പ്രശ്നമാണ് വേറൊരാളെ അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ മോഹൻലാൽ അഡ്മിറേഷൻ ഇപ്പോഴത്തെ കണ്ടംപററി ആക്ടേഴ്സിനോട് അതുപോലത്തെ അഡ്മിറേഷൻ തോന്നിയിട്ടുണ്ട്? എങ്ങനെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ്, ന്യൂ ക്രോപ്പ് ഓഫ് ആക്ടേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പം മലയാളത്തിൽ. നമ്മുടെ മോഹൻലാലുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വേറെ ആൾക്കാർ കുറേ ആൾക്കാർ സർവേ ചെയ്യുന്നുണ്ട്. അവരുടെ അതുപോലത്തെ
ഒരു ആരാധന പോലെ അവരെ കണ്ട് ഇല്ല, ഈ നമ്മുടെ പ്രായത്തിലുള്ളവർ നമ്മൾ എന്തായാലും ആരാധിക്കില്ല. ജീസസ് ക്രൈസ്റ്റ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലേ ആരാധിക്കണം. ആ കാലഘട്ടത്തിൽ ആരും ആരാധിച്ചില്ല. നല്ലൊരു ആക്ടറാണ്. അല്ല, നമ്മൾക്ക് ഫഹദിന്റെ ശൈലി രണ്ടാമത് വന്നപ്പോൾ നമ്മൾക്ക് ഫഹദിനെ പോലെ നിന്ന് പെർഫോം ചെയ്യണ പോലെ നമുക്ക് തോന്നി. മികച്ചതല്ല, ഒരാൾ അയാളുടെ പോലെയാണ് പെർഫോം ചെയ്യേണ്ടത്. അയാളുടെ ദേഷ്യമാണ് നമുക്ക് കണ്ടത്, അയാളുടെ ചിരിയാണ്, അയാളുടെ റൊമാൻസാണ് നമുക്ക് കണ്ടത്. അത് കണ്ടത് ഫഹദിലാണ്. അതിന് മുന്നേയുള്ള ആക്ടേഴ്സിലൊക്കെ നമ്മൾ മമ്മൂക്കയുടെയും മോഹൻലാലിനെയൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ആക്ടർ ഉണ്ടായിട്ടില്ലല്ലോ ഫഹദ് വരുന്നത് പോലെ. അത് വന്നപ്പോഴാണ് പുതിയൊരു ആക്ടർ ഉണ്ടായത്. മമ്മൂക്കാനും മോഹൻലാലിനും ബെസ്റ്റ് അല്ല ഞാൻ പറയണത്, നെക്സ്റ്റ് ആക്ടർ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ പ്രേംനസീർ കഴിഞ്ഞിട്ട് സോമൻ സുകുമാരൻ, അത് കഴിഞ്ഞ് ഇപ്പം രതീഷ്, മമ്മൂക്ക, മോഹൻലാൽ എന്ന് പറയുന്ന ആളുകളൊക്കെ എങ്ങനെയല്ല ഉണ്ടായത്. അതിനുശേഷം സ്റ്റാർസ് ഉണ്ടാവുന്നുണ്ട്, നായകന്മാരുണ്ടാവുന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ ഉണ്ടായത് ഫഹദ് എന്ന് പറയുന്ന ഒരു ആക്ടർ വന്നപ്പോഴാണ്. ഫഹദിന് ഉള്ള കുറച്ച് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റില്ല. കുറച്ച് ഡാൻസും പരിപാടികളും കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ സ്വഭാവങ്ങളുള്ള പരിപാടികളല്ലേ പുള്ളി പിടിക്കുകയുള്ളൂ. ഹ്യൂമറായിട്ടുള്ള പരിപാടികൾ ഈസി ആവുന്നില്ല. മമ്മൂക്കയ്ക്ക് ഉണ്ടായിരുന്നു കുറച്ച് റെഗുലേഷൻസ്. അങ്ങനെ മോഹൻലാലിൻ്റെ പോലെ എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ കൂടി ഫഹദിൻ്റെ സ്റ്റൈലിലാണ് രണ്ടാമത് വന്ന സമയത്ത്. ആദ്യം കൈത്തും ദൂരത്തിൽ തനി കുഞ്ചാക്കോപ്പൻ തന്നെ അല്ലേ, അത് ഫഹദിൻ്റെ സ്റ്റൈലല്ലേ. അത് നമുക്ക് അറിയാവുന്നത് അനിയത്തിപ്രാവ് പോലെ തന്നെ ഒരു പടം പോലെ എന്ന് പറഞ്ഞാൽ കഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലെ മെയിൻ ലീഡ് ചെയ്യണത് അനിയത്തിപ്രാവിലെ പോലെ തന്നെ. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള സ്റ്റൈൽ കണ്ടിട്ടില്ല. ചാപ്പാക്കുരിശിലും ഒക്കെ നമുക്ക് ഫഹദിൻ്റെ സ്റ്റൈൽ കാണാം. അതുകൊണ്ട് അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ നമ്മൾ അങ്ങനെ മികച്ചതായിട്ട് ആരും പറയില്ല, നമുക്ക് അസൂയൊക്കെ ഉണ്ടല്ലോ കുറച്ച്. നമ്മൾ മലയാള സിനിമ ഇപ്പോൾ കൺട്രോൾഡായി ചെറിയ ചെറിയ ഗാങ്സ് ഗ്രൂപ്പ്സ് പുറത്തുള്ള ആളുകൾക്ക് കയറി പറ്റാൻ അങ്ങനെയാണ്. അതൊരു പണ്ടും ഗ്യാങ്ങുകളുണ്ടായിരുന്നു. അത് പക്ഷേ പ്രൊഡക്ഷനായിരുന്നു. ഉദയ, നവോദയ, അതായിരുന്നല്ലോ പ്രൊഡക്ഷൻ ഹൗസുകളായിരുന്നു പണ്ട്. അതും ഗ്യാങ്ങുകളായിരുന്നു. അപ്പോൾ ഒരാൾ ഉദയയിൽ അഭിനയിക്കുന്ന ആൾ മറ്റിടത്ത് പോകില്ല, ഇവിടെ പോകുന്ന ആൾ അങ്ങോട്ട് പോകില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇവനെ പിന്നെ ഇങ്ങോട്ട് വിളിക്കില്ല. മനസ്സിലായ? അതെല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഹൗസുകളുടെ ഗ്യാങ്ങുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല സിനിമയ്ക്ക്. പക്ഷേ ഇപ്പോൾ ഡയറക്ടറും ആക്ടറും കൂടിയിട്ടുള്ള ഗ്യാങ്ങുകൾ സിനിമയെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെൽത്തി അല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പോകേണ്ട ആളുകൾ ഈ കണക്കും കൂടി തല കയറ്റി കഴിഞ്ഞാൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനത്തിന് ലോസ് സംഭവിക്കും. അവരെല്ലാ ഷോട്ട് എടുക്കുമ്പോഴും അഡ്ജസ്റ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് റെഡിയാണ്. അതില്ലെങ്കിൽ കുഴപ്പമില്ല, എടുത്തു മതി. അവരെന്നെയാണ് പ്രൊഡക്ഷൻ. മനസ്സിലായോ? മറ്റത് പ്രൊഡ്യൂസേഴ്സ് ക്രൂവിനും അല്ലെങ്കിൽ ആക്ടറിനൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതൊന്നും ആലോചിക്കേണ്ട, കാശ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് മറ്റോ കഷ്ടപ്പെട്ടിട്ട് ആലോചിച്ചാൽ മാത്രം മതി. ഇപ്പോൾ ഇവർ കാശ് കൊടുക്കുന്ന കാരണം ഇവർ ആലോചിക്കുമ്പോൾ തന്നെ എന്നാൽ ആ സ്ഥലം വേണ്ട, നമുക്ക് ഇവിടെ പിടിക്കാം. മനസ്സിലായോ? ഇവരെന്നെ പ്രൊഡക്ഷൻ ആകുമ്പോൾ അവർ നിയന്ത്രിക്കാൻ തുടങ്ങും. അവരുടെ ഇമാജിനേഷൻ ഇല്ലാതെ ആയി തുടങ്ങും. അപ്പോൾ അവർ വീടിൻ്റെ അടുത്ത് പറമ്പിലൊക്കെ ഇട്ട് ഷൂട്ട് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കഥകളിലേക്ക് വരും. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് വന്നാൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് ഗുണമുള്ളൂ. അതായത് ടെക്നീഷ്യൻസും ആക്ടേഴ്സും അല്ലാത്ത പ്രൊഡ്യൂസേഴ്സ്, ഞാൻ പറഞ്ഞു മനസ്സിലായ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നവർ. ഈ ടെക്നീഷ്യൻസും ആക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ആവുന്ന സമയത്ത് ഈ സിനിമ വളരില്ല. ഇത് അവിടെ തന്നെ ഇങ്ങനെ ഇറങ്ങി കളിക്കുകയുള്ളൂ. മുന്നോട്ട് പോകാൻ പാടായിരിക്കും.